പച്ച പുല്ല് നിറഞ്ഞ ഒരു സുന്ദരമായ മലഞ്ചെരുവിലായിരുന്നു റിച്ചാർഡ് എന്ന പ്രമാണിയുടെ മനോഹരമായ ബംഗ്ലാവ്. പശുക്കളെ വളർത്തലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വിനോദം. അതിനായി ബംഗ്ലാവിനോട് ചേർന്ന് വലിയൊരു പശുത്തൊഴുത്തും അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. നാട്ടുകാരുടെ മുന്നിൽ വലിയ മാന്യനാണെങ്കിലും റിച്ചാർഡ് പ്രമാണി ഭയങ്കര ക്രൂരനായിരുന്നു. പശുക്കളോട് അദ്ദേഹത്തിന് ഒട്ടും സ്നേഹമുണ്ടായിരുന്നില്ല. അവയെ നന്നായി വളർത്തി വലിയ വിലയ്ക്ക് വിൽക്കുക എന്നത് മാത്രമായിരുന്നു ആ ക്രൂരനായ പ്രമാണിയുടെ ലക്ഷ്യം. റിച്ചാർഡ് പ്രമാണിയുടെ പശുക്കളെ മുഴുവൻ നോക്കിയിരുന്നത് വളരെ പാവപ്പെട്ട ഒരു ജോലിക്കാരനായിരുന്നു. പ്രമാണി എത്ര ചീത്ത പറഞ്ഞാലും അയാൾ മിണ്ടാതെ അനുസരിക്കുമായിരുന്നു. ആ ജോലിക്കാരന് 10 വയസ്സുള്ള ഒരു മകനുണ്ടായിരുന്നു, ലൂക്ക. ലൂക്കയ്ക്ക് തന്റെ അച്ഛനെ പോലെ തന്നെ പശുക്കളെ ജീവനായിരുന്നു. അവയോട് കളിക്കാനും അവയ്ക്ക് പച്ച പുല്ല് കൊടുക്കാനും ലൂക്കയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഫാമിലെ പശുക്കുട്ടികളുടെ ഒരേ ഒരു കൂട്ടുകാരനും ഈ കുഞ്ഞു ലൂക്കയായിരുന്നു. ആ ഫാമിൽ ലൂക്കയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പശുക്കിടാവ് ഉണ്ടായിരുന്നു. നല്ല തിളങ്ങുന്ന കണ്ണുകളുള്ള, നെറ്റിയിൽ വെളുത്ത പൊട്ടുള്ള, സ്നേഹമുള്ള ഒരു പശുക്കിടാവ്. ലൂക്ക സ്കൂളിൽ നിന്ന് ഓടി വരുമ്പോൾ അവൾ ദൂരെ നിന്ന് തന്നെ അവനെ നോക്കി സ്നേഹത്തോടെ നീട്ടി വിളിക്കും. ലൂക്ക കൊണ്ടുവരുന്ന പച്ചപ്പുല്ല് തിന്നാനും അവനോടൊപ്പം കളിക്കാനും അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. ലൂക്ക തന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പശുക്കുട്ടിയുടെ ചെവിയിൽ വന്ന് പറയുമായിരുന്നു. എന്നാൽ ഫാമിൽ ഏറ്റവും നന്നായി വളർന്ന ആ പശുക്കിടാവിനെ വിറ്റാൽ വലിയൊരു തുക ലാഭം കിട്ടുമെന്ന് റിച്ചാർഡ് പ്രമാണി മനസ്സിൽ കണക്കുകൂട്ടിയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലൂക്ക സ്കൂളിൽ നിന്നും വന്നപ്പോൾ ഫാമിൽ ഒരു ബഹളം കേട്ടു. നോക്കിയപ്പോൾ ടൗണിൽ നിന്നും വന്ന ഒരു ധനികനായ വ്യാപാരിയുമായി റിച്ചാർഡ് പ്രമാണി തന്റെ പ്രിയപ്പെട്ട പശുക്കിടാവിന്റെ മാംസത്തിന് വിലയിട്ട് കച്ചവടമുറപ്പിക്കുകയാണ്. പ്രമാണി വലിയൊരു തുക വാങ്ങി ആ പശുക്കുട്ടിയെ അയാൾക്ക് വിറ്റ് കഴിഞ്ഞിരുന്നു. ഇത് കണ്ട് കുഞ്ഞു ലൂക്കയുടെ ഹൃദയം തകർന്നുപോയി. അവൻ കരഞ്ഞുകൊണ്ട് പ്രമാണിയുടെ കാലു പിടിച്ച് പറഞ്ഞു, മുതലാളി, ദയവ് ചെയ്ത് ആ കിടാവിനെ വിൽക്കല്ലേ. ഞങ്ങൾക്ക് അവളെ വേർപിരിയാൻ കഴിയില്ല. എന്നാൽ ദയയില്ലാത്ത റിച്ചാർഡ് പ്രമാണി ലൂക്കയെ തള്ളി മാറ്റി. താഴെ വീണുപോയ ലൂക്കയെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ലൂക്കയുടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, അങ്ങുന്നേ, ഈ പാവം പേക്കിടാവിനെ കൊല്ലാൻ കൊടുക്കരുതേ. ഞാൻ എൻ്റെ കയ്യിലുള്ള മുഴുവൻ സമ്പാദ്യവും അങ്ങേക്ക് കൊണ്ടുവന്ന് തരാം. ആ പശുക്കിടാവിനെ എൻ്റെ ലൂക്കയ്ക്ക് നൽകാമോ? ഞങ്ങൾ അവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. റിച്ചാർഡ് പ്രമാണി ലൂക്കയെയും അച്ഛനെയും പരിഹസിച്ചു. ഓഹോ, നിനക്ക് സമ്പാദ്യമൊക്കെയുണ്ടോ? എന്നാൽ നാളെ മുതൽ നീ ജോലിക്ക് വരേണ്ട. അതെ, ഈ ധനികന്മാർ ഒരു നേരത്തെ മാംസാഹാരത്തിന് ചെലവാക്കുന്ന പണത്തിന്റെ 1/4 കാണുമോ നിന്റെ മുഴുവൻ സമ്പാദ്യവും? നാളെ മുതൽ രണ്ടിനെയും എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. ലൂക്കയും അച്ഛനും കരഞ്ഞുകൊണ്ട് നിസ്സഹായരായി നിന്നു. വലിയൊരു വണ്ടിയിൽ ആ പശുക്കിടാവിനെ കയറ്റുമ്പോൾ അവൾ ലൂക്കയെ നോക്കി സങ്കടത്തോടെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. വണ്ടി ദൂരേക്ക് മറയുന്നതുവരെ കണ്ണീരോടെ നോക്കി നിൽക്കാനേ ലൂക്കയ്ക്കും അച്ഛനും കഴിഞ്ഞുള്ളൂ. വീട്ടിലെത്തിയ ലൂക്ക അമ്മ നൽകിയ ആഹാരം പോലും കഴിക്കാതെ കരച്ചിലോട് കരച്ചിലായിരുന്നു. മകന്റെ ഈ സങ്കടം കണ്ടു നിൽക്കാൻ ആ പാവം അച്ഛന് ഒട്ടും സാധിച്ചില്ല.
അച്ഛൻ ലൂക്കയെ അരികിലേക്ക് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, നീ വിഷമിക്കേണ്ട. നമ്മൾ നാളെ തന്നെ ടൗണിൽ പോയി ആ പശുക്കിടാവിനെ തിരികെ കൊണ്ടുവരും. തൻ്റെ മകന്റെ സന്തോഷത്തിന് വേണ്ടി ആ അച്ഛൻ വർഷങ്ങളായി മൺകുടത്തിൽ സ്വരുക്കൂട്ടി വെച്ചിരുന്ന തൻ്റെ കുഞ്ഞു സമ്പാദ്യമെല്ലാം എടുത്തു. പിറ്റേന്ന് രാവിലെ തന്നെ അവർ രണ്ടുപേരും ആ പണവുമായി ടൗണിലേക്ക് പുറപ്പെട്ടു. ഒരുപാട് അന്വേഷിച്ച ഒടുവിൽ ആ പശുക്കിടാവിനെ വാങ്ങിയ ആ ധനികനായ വ്യാപാരിയുടെ വലിയ ബംഗ്ലാവിന് മുന്നിലെത്തി. മുറ്റത്ത് കെട്ടിയിരുന്ന പശുക്കിടാവ് ലൂക്കയെ കണ്ടതും സ്നേഹത്തോടെയും സങ്കടത്തോടെയും കരഞ്ഞു. ലൂക്ക ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. തുടർന്ന് അച്ഛൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ചെറിയ പണക്കിഴിയുമായി വ്യാപാരിയുടെ മുന്നിലേക്ക് ചെന്നു. ലൂക്കയുടെ അച്ഛൻ നീട്ടിയ ആ ചെറിയ പണക്കിഴി നോക്കി വ്യാപാരി ആദ്യമൊന്ന് അത്ഭുതപ്പെട്ടു. റിച്ചാർഡ് പ്രമാണിക്ക് കൊടുത്ത അത്രയും വലിയ തുകയൊന്നും ആ പാവം ജോലിക്കാരൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. എന്നാൽ പണത്തേക്കാൾ വ്യാപാരിയുടെ ശ്രദ്ധ പോയത് ലൂക്കയും ആ പശുക്കിടാവും തമ്മിലുള്ള സുന്ദരമായ കൂട്ടുകെട്ടിലേക്കായിരുന്നു. പശുക്കിടാവിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ലൂക്കയുടെ കണ്ണുകളിലെ ആത്മാർത്ഥമായ സ്നേഹം ആ ധനികനായ വ്യാപാരിയുടെ മനസ്സലിയിച്ചു കളഞ്ഞു. അയാൾ പുഞ്ചിരിയോടെ ലൂക്കയുടെ അച്ഛൻ നീട്ടിയ പണം സ്നേഹപൂർവ്വം നിരസിച്ചു. എന്നിട്ട് ലൂക്കയുടെ അരികിലേക്ക് വന്ന് അവന്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, മോനെ, ഈ പണം എനിക്ക് വേണ്ട. നിന്റെ ഈ സ്നേഹത്തിന് മുന്നിൽ ഇതിനൊന്നും ഒരു വിലയുമില്ല. ഈ കിടാവിനെ നീ സന്തോഷത്തോടെ തിരികെ കൊണ്ടുപോയിക്കൊള്ളൂ. ലൂക്കയുടെയും അച്ഛൻ്റെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവർ ആ വ്യാപാരിക്ക് നന്ദി പറഞ്ഞ് പശുക്കിടാവിനെയും കൂട്ടി തിരികെ തങ്ങളുടെ പ്രിയപ്പെട്ട മലഞ്ചെരുവിലേക്ക് നടന്നു. പണത്തിനോ അധികാരത്തിനോ നേടാൻ കഴിയാത്ത പലതും ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ അടുത്ത കഥയുമായി വീണ്ടും കാണുന്നത് വരെ ബായ്.